എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇതായിരിക്കും ഈ ചാനലിലെ ഈ വർഷത്തെ അവസാന വീഡിയോ. ബാക്ക്ഗ്രൗണ്ടിലെ കുറച്ച് നോയ്സാണ്, കാരണം എടുത്തു വന്നപ്പോൾ രാത്രിയായി പോയി. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഹാൻഫെങ്ങിനെ എണ്ണി അടിക്കുന്ന സിയോയാനാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് മാസ്റ്ററിനെ കൊന്നതിന്, രണ്ടാമത് ഹാൾ ഓഫ് സോഡ് ചേർന്ന് ഈവിൾസിനെ ഹെൽപ്പ് ചെയ്തത്, അവൻ്റെ അച്ഛനെ കൊന്നതിന്, കൂട്ടുനിന്നതിന്, ഷിയോ ക്ലാൻ ഇല്ലാതാക്കിയതിന് എന്ന് വേണ്ട സകല കാര്യത്തിന് അടിച്ചിടുകയാണ്. ഇതേ സമയത്ത് മാസ്റ്റർ മൂഗും അടിക്കുമായിരുന്നല്ലോ ഹാൻഫെങ് മൂഗിനോട്. എന്നാൽ മൂഗു രക്ഷിക്കാൻ നിന്നില്ല, അവൻ്റെ ഉള്ള സീ ഹാർട്ട് ഫ്ലെയിം അത് എടുക്കുവാണ്. അതോടെ ഹാൻഫെങ് അവിടെ മരിക്കുന്നത് കാണിക്കുന്നത് പോലെ. എന്നാൽ അതൊന്നും വിഷയമുള്ള കാര്യമല്ലാത്തതാണ്. മൂഗുവിൻ്റെ മുഖം കണ്ട മുന്നോട്ട് വരുമ്പോൾ ഷിയോയെ നീ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ കൊന്നുകളയും. എന്നാൽ മൂഗു അതൊന്നും മൈൻഡ് ചെയ്ത യാവച്ചൻ, നിന്റെ ഡിസിപ്പിള് യുല്ലാൻ സെക്റ്റിൽ ചെയ്യേണ്ടത് ചെയ്ത് ഇനി ഹാൾ ഓഫ് സോളിലേക്ക് നിനക്ക് വന്നൂടെ. ആദ്യം എന്നെ തോൽപ്പിക്കുന്നു പറഞ്ഞ് മാസ്റ്റർ അറ്റാക്ക്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ജീവനെങ്കിലും വെറുതെ വിടാൻ വിചാരിച്ചപ്പോൾ ഇനിവാ എന്ന് പറഞ്ഞ് ഒരു പവർ ഉപയോഗിച്ച് 3 പേരെയും ലോക്കാക്കി. എന്നെ കഴിഞ്ഞ മാസ്റ്ററിൻ്റെ സോളല്ല ഡൗ സെയിന്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ അത് ആനിമയിലാണ്, ഇതുവരെ ആയില്ല. ഇതിലത് പറയുന്നില്ല, അത് മറന്നേക്ക്. മാസ്റ്ററിനെ അടുത്തേക്ക് വിളിച്ചിട്ട് സീനിയർ തിരികെ ഹാൾ ഓഫ് സോളിലേക്ക് വാ. അതുപോലെ തന്നെ ബോൺസിൻ്റെ ഫ്ലെയിം ഷിയോയുടെ ഉള്ള ഹെവൻലി ഫ്ലെയിം സോൾ ഹാളിന് അവകാശപ്പെട്ടതാണ്. അത് തന്നില്ലെങ്കിൽ അവൻ മരിക്കും എന്ന് പറഞ്ഞ് അവനെ വിരട്ടുവാണ്. അവനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. മാസ്റ്റർ അത് കണ്ട് ടെൻഷനായിട്ട്, നിനക്കെൻ്റെ ബോൺസിലെ ഫ്ലെയിം തരാം, അവൻ്റെ ഫ്ലെയിം ഏറ്റവും താഴ്ന്നതാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ഉപകാരം ഉണ്ടാകില്ല. എന്നാൽ ഷിയോയാനില്ല എന്ന് പറയുമ്പോൾ അവനെ തടഞ്ഞ്, നീയാണ് എന്നെ പ്രൗഡാക്കിയ ആദ്യത്തെ ഒരു സ്റ്റുഡൻറ്റ്, നീ നിന്റെ മിഷൻ അതിലേക്ക് പോയി ഫുൾഫില്ല് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു പവർ ഉപയോഗിച്ച് അവിടെ നിന്ന് പോകുന്നത് പോലെ മൂക്കും പിറകെ പോകുന്നതും കാണിച്ച് അതോടെ അവർ ഫ്രീയുമായി. അതിനുശേഷം അവരുടെ അച്ഛനും പോയി, മാസ്റ്ററും പോയി. മനസ്സോടനെ എല്ലാ പ്രതീക്ഷകളും പോയതുപോലെ അവിടെ ഇരിക്കുവാണ്. കാരണം ഒറ്റപ്പെടൽ തന്നെയാണ്. യൂണർ അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് ആശ്വസിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. യൂണർ അവളെ ചെറുപ്പം മുതലേ ഹാപ്പി ആയിട്ട് നിർത്താനും പ്രൊട്ടക്റ്റ് ചെയ്യാനും നോക്കി എന്നൊക്കെ പറയുന്നെങ്കിലും അവൻ്റെ മൂഡ് ഓഫ് മാറുന്നില്ല. എനിക്ക് എല്ലാവരെയും സംരക്ഷിക്കണം, എനിക്ക് നല്ലൊരു ജീവിതം ചെയ്യണം. എന്നാൽ അതെല്ലാം ഇനി നടക്കില്ല, അവൻ കാരണമാണ് ഇതെല്ലാം നടന്നത് എന്ന പോലെയാണ് പറയുന്നത്. മാരേജ് ക്യാൻസൽ ചെയ്തപ്പോൾ അങ്ങനെ ചലഞ്ച് ചെയ്തു. അതുപോലെ മാസ്റ്ററിനെ മീറ്റ് ചെയ്തു. അവസാനം യുല്ലാൻ സെക്റ്റിൽ പോയിട്ട് എൻട്രാനെ ഡിഫീറ്റ് ചെയ്തു. യുല്ലാൻ സെക്റ്റായിട്ട് പ്രശ്നമായി. അത് കാരണമാണ് ഇത്രയും നടന്നത്. അവൻ്റെ അച്ഛൻ മരിച്ചത്, മാസ്റ്ററിനെ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അത് കേട്ട് യൂണറിന് വിഷമം തോന്നി. അവൾ എത്രയൊക്കെ സമാധാനപ്പെടുത്താൻ നോക്കിയിട്ട് കഴിയുന്നില്ല. എന്തൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. എന്നിട്ട് ഷിയോ ക്ലാൻ ഇനി ഏറ്റെടുത്ത് നടത്താൻ ഷിയോയെ ഇനി കഴിയണം. അവനിൽ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ക്ലാൻ ഉള്ളത്. ഞാൻ ഈ ക്ലാനിലുള്ളതാണ് ഷിയോ ഷോണർ എന്ന് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതിനുശേഷം അവൻ്റെ അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അത് കണ്ട് അവൻ്റെ അച്ഛനോട് പറയുന്നത് പോലെ ഷിയോ ക്ലാൻ ഒറിജിനൽ സെൻട്രൽ പ്ലെയിനിലാണ് ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് അച്ഛൻ പറഞ്ഞു തന്നു, സോൾ ഹാളായിട്ടുള്ള ഫൈറ്റിലാണ് അത് താഴേക്ക് പോയത്, ഉറപ്പായി ഞാൻ അത് തിരികെ കൊണ്ടുവരും. സോൾ ഹാളിനെ ഒന്നടങ്കം ഇല്ലാതാക്കി അച്ഛൻ പറഞ്ഞതുപോലെ ഒരു സമാധാനമായ ഒരു ലോകം അതിനെ കൊണ്ടുവരും എന്ന് ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് കൊടുത്തു. അന്ന് രാത്രി അവൻ്റെ മാസ്റ്ററിനെ ഓർത്തിട്ട് റിങ്ങിനുള്ളിൽ പോയപ്പോൾ അവിടെ ബോൺസിലിയം ഫ്ലെയിം ഇരിക്കുന്നു. സോൾ ഹാളിനെ കണ്ടപ്പോൾ തന്നെ മാസ്റ്റർ ബോൺസിലിയം ഫ്ലെയിം അവിടെ മാറ്റിയിരുന്നു. അവൻ മാസ്റ്ററായിട്ടുള്ള മെമ്മറീസ് അത് അവൻ കാണുന്നത് പോലെ മാസ്റ്ററിനെ ഇട്ട് ഓടിക്കുന്നതും ഓടിക്കളിക്കുന്നതും, അതുപോലെ ആൽക്കമിസ്റ്റ് പിൽസൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവിടെ മൊത്തം കരിഞ്ഞു പോയത്. അങ്ങനെ ഓരോരോ അങ്ങനെ നിൽക്കുകയാണ് മാസ്റ്ററിൻ്റെ ഒരു പ്രൊജക്ഷൻ അത് ബോൺസിലിയം ഫ്ലെയിം വഴി കാണുന്നത്. അവിടെ തന്നെ ഒരു നിമിഷം അതിശയിച്ചു പോയി. മാസ്റ്റർ അവനോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ഈ ബോൺസിലിയം ഫ്ലെയിം നിന്റെ കൂടെ ഉണ്ടാകണം, എന്നെ നോക്കണ്ട, നീ സെൻട്രൽ പ്ലെയിനിൽ പോകണം എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി. സെൻട്രൽ പ്ലെയിനിലാണ് മാസ്റ്റർ എന്ന മൈൻഡിലാണ് ഷിയോയെ ഞാൻ ഉറപ്പായും വരും എന്ന് പറഞ്ഞ് പോകുന്നു. അതിനുശേഷം സോൾ ഹാൾ പിന്നെ സെൻട്രൽ പ്ലെയിനിൽ വന്നെന്ന് അറിഞ്ഞല്ലോ. അതാണ് കാണിക്കുന്നത്. അവിടെ മാസ്റ്ററിനെ പിടിച്ചു വെച്ചേക്കോണ് പോകും. നമ്മുടെ മീറ്റിംഗ് ഇങ്ങനെയാകുമെന്ന് കരുതില്ല, നിനക്ക് എന്തും ചോദിക്കാം. എന്നാൽ മാസ്റ്റർ, നീ ഒരുപാട് നാളായിട്ട് എന്നെ പിടിക്കാൻ നോക്കി എൻ്റെ ബോൺസിലിയം ഫ്ലെയിമിന് വേണ്ടി, എന്നാൽ അത് ഞാൻ തരില്ല. ബോൺസിലിയം ഫ്ലെയിമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് നിന്നെയാണ്, ബെസ്റ്റ് ആൽക്കമിസ്റ്റായ യാവോലാവോനെ. സോൾ ഹാളിൽ ചേർന്ന ജിയാമ എംപയർ പിന്നെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരാം എന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നത് അതേപടി കേൾക്കാൻ ഞാൻ ഹാൻഫെങ് അല്ല, അത്രയ്ക്ക് ആഗ്രഹവുമില്ല. എനിക്കൊരു കാര്യം മാത്രം പറയാനുണ്ട്. സോൾ ഹാൾ ഒരുപാട് പേരുടെ ഡൗട്ട് എടുത്ത് ഈവൾ ടെക്നിക്ക് അത് കൾട്ടിവേഷൻ ചെയ്യുന്നു. എന്നിട്ട് നിന്റെ കണ്ണ് ഹെവൻലി ഫ്ലെയിമിലേക്കാണ് പോയത്. അതിന് കാരണം ചോദിക്കുമ്പോൾ പവർ അതിനെ വെച്ച് ഒന്നും കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഹുൻമേഷങ് ഈവൾ ടെക്നിക്ക് അവന്റെ കയ്യിൽ റീസ്റ്റോർ ചെയ്തു. നിന്റെ സോളിനെ സോൾ ഹാളിന് കൊടുക്കാൻ എന്ന വാക്ക് നീ പറഞ്ഞു എന്ന് പറഞ്ഞ് മാസ്റ്റർ ചിരിക്കുമ്പോൾ അത് കേട്ട് മോഗുവിന് ദേഷ്യം വന്നിട്ട് മാസ്റ്ററിനെ ഉപദ്രവിക്കുകയാണ്. എന്നെ സോൾ ഹാൾ കൊല്ലുകയോ ജീവനോടെ വിടുകയോ ചെയ്യട്ടെ, എങ്കിലും ഒരു കാര്യം ഓർക്കണം, ആ ആൾ എനിക്ക് എന്തെങ്കിലും തന്ന് നീ ഒന്നും തന്നില്ല എന്നിട്ടാണോ പറയുന്നത് എന്ന രീതിയിൽ മോഗു. മാസ്റ്ററാണെങ്കിൽ നീ ഒരുപാട് ദൂരേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ജീനിയസ് ആണ്, ഈ കോണ്ടിനെന്റിലെ സ്ട്രോങ് പവറായ നമ്മുടെ കൂടെ നിന്നൂടെ,
അത് പിന്നെ എടുത്തിടുമ്പോൾ പവർ അതൊരു വേസ്റ്റാണ്, ആളുകളെ മയക്കെടുക്കാനുള്ള ഒരു സാധനം. സോൾ ഹാളിന് വേണ്ടി അവർ സാക്രിഫൈസ് വരെ ചെയ്യും. എന്തിന്, നിനക്ക് എന്ത് തന്നു എന്ന് മാസ്റ്റർ. അവൾ മോഗു ലോർഡ് ഹൊൻമൈഷെന്ന് മരിക്കുന്നതിന് മുൻപ് സോൾ ഹാളിലെ സീക്രട്ട് ആ ഒരെണ്ണം എനിക്ക് തന്നു അത് കാണിച്ചതു. ഞാൻ എല്ലായ്പ്പോഴും ഒരു ഫോർമേഷനിലൂടെ ഹെവൻലി ഫ്ലെയിം കൊടുത്തു. എനിക്ക് സോളിലൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയും, സ്ട്രോങ്ങസ്റ്റ് മാനകം കഴിയും. ഹെവൻലി ഫ്ലെയിം ചോദിക്കുന്നത് എന്തായിന് എന്നാൽ അതിപ്പോൾ പറയുന്നില്ല. നീ എൻ്റെ കൂടെ നിനക്ക് സോൾ ഹാൾ നിനക്ക് വേണ്ടത് എന്ത് തരും. മാസ്റ്റർ അതിനെ ഒരു സോളിലൊക്കെ കാരണം ഒരുപാട് പേരുടെ ഡൗക്കെടുത്ത് അവരെ കൊന്നുകളഞ്ഞു. നിനക്കതൊന്ന് തെറ്റാണെന്ന് തോന്നിയിട്ടില്ലേ എന്ന് പറഞ്ഞ ദേഷ്യം. മൂവു അതിന് നീ ഒരുപാട് ഓവറാകുന്നത് പോലെ എന്ന് പറഞ്ഞ മാസ്റ്റർ ഒരു ചെയിനിൽ വെച്ച് ലോക്കാക്കി. ഞാൻ ഇനിയും വരും, അപ്പോൾ നിന്റെ ഉത്തരം ഞാൻ വിചാരിക്കുന്നത് പോലെ ആകണം. അതിനുശേഷം ഷിയോയൻ ഗുയാബോ അവനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. ഷിയോയ പറയുന്നത് അവൻ സെൻട്രൽ പ്ലെയിനിലേക്ക് പോകുന്നു, യാവോ ലാവോ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലായി എന്ന രീതിയിൽ പറയുകയാണ്. സെൻട്രൽ പ്ലെയിനിലാണ് ഹാൾ ഓഫ് സോളിന്റെ ഓർഗനൈസേഷൻ ഉള്ളത്. എന്നാൽ മൂങ്കു എന്തിനാണ് ഹെവൻലി ഫ്ലെയിം അന്വേഷിക്കുന്നത് എന്ന് അറിയില്ല. അവർ ഇവൾ ടെക്നിക്ക് യൂസ് ചെയ്ത് ക്യൂ എടുക്കുന്നു. നീ സൂക്ഷിക്കണം എന്ന രീതിയിൽ ഗുയാവോ അവൻ തിരികെ ഗോക്ലാൻഡിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് എടുത്തു കൊടുത്തു. അത് ബ്ലാക്ക് സമ്മർഗഡ്, അത് സമ്മർജഡ് എന്തോ ഒരു ആർമിയുടെ അടുത്തേക്കുള്ളതാണ്. ജിയാമ എംപയറിന്റെ ഒരു പാർട്ടാണത്. അവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ ഒരു പോർട്ടൽ ജിയാമ എംപയറിലേക്ക് പെട്ടെന്ന് പോകാനുള്ള പോർട്ടൽ കാണും. അതുവഴി നിനക്ക് പോകാം. ഈ സെൻട്രൽ പ്ലെയിൻ എന്നത് ഡൗക്കി കോണ്ടിനെന്റിലെ ഒരു രാജ്യമാണ്, മിഡിലായിട്ടുള്ളത്. അവിടെയാണ് മിസ്റ്റീരിയസ് ആയ സോൾ ഹാളും പിൽ ടവറും പിൽസ്റ്റർ ടവറും സെക്ട് പൗലിയൻ, അങ്ങനെ ആ കോണ്ടിനെന്റിലെ മെയിൻ സ്ഥലം എന്ന് പറയാം. അതൊക്കെ അവിടെയാണ്. നമ്മൾ ഇനി മീറ്റ് ചെയ്യും. യോണറിനെ സേഫായിട്ട് കൊണ്ടുപോകും. നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ ബെസ്റ്റ് ഓപ്പോണൻറ്റും. അവളെ കാണാൻ ഞാൻ വരും. നിങ്ങളെ തോൽപ്പിച്ച് എൻ്റെ സ്ട്രെങ്ത് കാണിക്കും. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നപ്പോൾ അറിയാമെന്ന് പറയുമ്പോൾ ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് യൂണർ അവിടെ ഉണ്ടായിരുന്നു. അവളെല്ലാം കേട്ടു, എന്നാൽ അവനെ തടസ്സപ്പെടുത്താതിരിക്കാൻ എന്ന പോലെ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടില്ല, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഗോക്ലാനിലെ ഡി ലെവൽ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എർത്ത് ലെവലാണെന്ന് തോന്നുന്നു. അത് ഹെവനോ അത് ഉപയോഗിച്ച് അവർക്ക് കണക്ട് ചെയ്യാൻ കഴിയും പരസ്പരം. ഇത് ട്രെയിനിങ് ചെയ്യണം. ഇത് 10 ക്ലാസ് ടൗ ടെക്നിക്ക് ലെവൽ വരെ റീച്ച് ആകും. 10 എന്ന് പറയുമ്പോഴാണ് ഹെവൻ, അപ്പോൾ മറ്റേത് എർത്ത് തന്നെയാകണം. അവനോട് ഇത് ക്രിട്ടിക്കൽ ടൈമിലല്ലാതെ യൂസ് ചെയ്യരുത്, കാരണം ഇത് ഗൂക്ലാനി ഉള്ളതാണ്, അവർക്ക് മനസ്സിലാവും, തിരികെ കൊണ്ടുപോകും. അവനത് സമ്മതിച്ച് അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കരയുവാണ് കുറച്ചു നേരം. അവനെ സമാധാനപ്പെടുത്താൻ നോക്കുന്നു. ഷിയോയാൻ അവന് മനസ്സിലായി, നിന്നെ ഞാൻ ഉറപ്പായിട്ടും തിരികെ കൊണ്ടുവരും, എൻ്റെ പ്രോമിസാണ്. അതിനുശേഷം അത് വാങ്ങിച്ച് അത് കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. യോണർ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവൻ ചെയ്യാനും തുടങ്ങി. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് വർക്കിംഗ് ആകുന്നുണ്ട്, ഒരു ഫോർമേഷൻ പോലെ. ബാക്കി അവൻ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ സമയം യൂണർ സങ്കടത്തോടെ തിരികെ പോവാണ് ഗോക്ലാനിലേക്ക്. കാരണം അവൻ അവളെ കൊണ്ട് പോകില്ല എന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൾ സ്വന്തമായിട്ട് പോകുന്നു. ഒരുപാട് സങ്കടത്തോടെയാണ് പോകുന്നത്. തിരികെ പോകുമ്പോൾ ഷിയോയാൻ കണ്ണു തുറന്ന് യൂണറിനെ നോക്കി. അവിടെ കാണാത്തത് കൊണ്ട് തന്നെ ഉറക്കെ വിളിക്കുകയാണ്. അത് പൊയ്ക്കൊണ്ടിരുന്ന യൂണറും കേട്ടു, എങ്കിലും പിന്നെയും പോകുന്നു. ഷിയോയാന് മനസ്സിലായി അവൾ പോയി എന്ന്. ഗോക്ലാനിയത്തെ യൂണറിന് പിന്നെ ഒരുക്കുവാണ്. കാരണം ഗോക്ലാനിലെ ലേഡിയാണ്. പുറത്തേക്ക് വരുമ്പോൾ ഗുയാവോ ഒരു നിമിഷം ഒന്ന് കണ്ട് സ്റ്റണ്ണായി പോയി. എന്നിട്ട് മുട്ടുകുത്തിയിട്ട് ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലാൻ വന്നതാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ പോകുമ്പോൾ യൂണർ ഈ സ്ഥലമൊക്കെ ഒരുപാട് മാറി. അവനോട് അച്ഛനെ കാണുമ്പോൾ ആ ഏൻഷ്യന്റ് ടോക്കണിന്റെ കാര്യം അത് ചോദിച്ച എന്താ പറയുന്നേ, കാരണം അത് ഷിയോയുടെ കയ്യിലാണ്, അവരുടെ പ്ലാനിന്റെ സീക്രട്ട് ആണെന്ന് പറയുമ്പോൾ എന്നാൽ എന്റെ മിഷൻ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് പോകുന്നു. അത് കഴിഞ്ഞ് യൂണറിന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തി. അവളുടെ അച്ഛൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഹാപ്പിയായി. യൂണറിന്റെ അച്ഛന്റെ പേര് ഗോ യുവ എന്നാണ്. ചെറുപ്പത്തിൽ പോയിട്ട് ഇപ്പോഴാണല്ലോ കാണുന്നത്. അവളോട് സേഫ് ആയിരുന്നു, സുഖവരൊക്കെ അങ്ങനെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ആ ഏൻഷ്യന്റ് ടോക്കൺ അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് യൂണർ അത് നഷ്ടപ്പെട്ടു. അത് കേട്ട് ഷോക്കായി പോയി. എങ്ങനെ എന്നത് ചോദിക്കുവാണ്. അത് ഷിയോഷാന്റെ കയ്യിലായിരുന്നു ഇത്ര നാള്, എന്നാൽ അത് ഷിയോയാന് കൊടുത്തില്ല എന്ന രീതിയിൽ പറയുന്നു. ഗുയാവനോട് ചോദിക്കും എന്ന് പറയുമ്പോൾ ആ കാര്യം ചോദിക്കുവാണ്. അവൻ പറയുന്നത് ഷിയോ ക്ലാനിന്റെ പുതിയ ലീഡർ ഷിയോയനാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, എന്നാൽ ടോക്കൺ കൊടുക്കുന്നത് കണ്ടില്ല. അതുമല്ല ഗൂക്ലാൻ സെക്ട് യൊല്ലാൻ സെക്ട് നടന്നത് മാസ്റ്ററിന് മൂക്ക് കൊണ്ടുപോയി എന്നൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മൂവെന്ന് കേട്ടതും ഗുയാൻ എന്തോ കാര്യം ഓർക്കണം. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം, അടുത്ത വർഷം കാണാം. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.